ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി വളരെ രുചികരമായിട്ടും വളരെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് റവ ലഡ്ഡുവാണ് കേട്ടോ. എന്നാൽ ശരി, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ റവ ലഡ്ഡു തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് റവയാണ്. അപ്പം ഞാൻ 1 കപ്പ് അളവിലാണ് റവ എടുക്കുന്നത് കേട്ടോ. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഈ ഒരു രീതിക്ക് നമ്മൾ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ആ ഒരു സമയം വരെ വറക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്കൊന്ന് വറുത്തെടുത്താൽ മതി. കളറൊന്നും മാറിപ്പോകരുത്. നമ്മുടെ ഈ ഒരു റവയുടെ ഈ പച്ച ടേസ്റ്റ് മാറി കിട്ടണ വരെ ഒന്ന് വറുത്തെടുക്കണം. ആ ഒരു സമയം വരെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 4 മിനിറ്റോളം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. റവ വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്യാറാക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കണം. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് കിട്ടണം. ഫ്ലെയിം ലോയിൽ തന്നെ ഇരിക്കണം. ഷുഗറൊക്കെ അലിഞ്ഞ് കിട്ടിയ സമയം നമുക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തേങ്ങയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ റവ മിക്സ് എല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലഡ്ഡു ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ തിളച്ച പാൽ ഇതിലേക്ക് ചേർക്കാം. പാൽ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യിൽ വറുത്തെടുത്ത മുന്തിരിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല കറുത്ത മുന്തിരിയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കയ്യിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് നമ്മുടെ ലഡ്ഡുവിൻ്റെ സൈസ് എത്രത്തോളം നമുക്ക് വേണം, എത്രത്തോളം വലുപ്പം നമുക്ക് വേണം ലഡ്ഡുവിന്, അതിനനുസരിച്ച് നമുക്ക് ഓരോ ബോൾസായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ റവ ലഡ്ഡു ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒരല്പം കൂടി ഒന്ന് ഹാർഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ രുചികരമായ നല്ലൊരു റവ ലഡ്ഡു ആണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്.